എൻ്റെ പേര് റോക്കി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീണ്ടും മിനി ക്രാഫ്റ്റിലെ നമ്മുടെ ലെറ്റ്സ് പ്ലേ ഇത് പാർട്ട് 7, 8 എന്താണ്. നമ്മന്ന് വീണ്ടും ഡയമണ്ട് ആർമർ എടുത്തിട്ട് ഇറങ്ങിയതാ. കാണിച്ചു തരാം. ഫുൾ ഡയമണ്ട് ആർമറിലാണ്. അപ്പോൾ നോ പ്രോബ്ലം. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി കാണാൻ നല്ല രസമുണ്ട് ലൈറ്റ്. ഇവിടുത്തെ ലൈറ്റ് മിസ്സിങ് ആണ്. അത് മഴ പെയ്തപ്പോൾ പോയിട്ടുണ്ടാവും. ഇരുത്തിയും പോയി. 2 ലൈറ്റ് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണം. ഓ ഗൈസ്, 2 ലൈറ്റ് പോയി. അത് സീനില്ല. രാത്രി ആവാറായി ഗൈസ്. വന്നപ്പോഴേക്ക് രാത്രി ആവാറായി. നമുക്കൊന്ന് വെള്ളത്തിൽ നിന്ന് കയറാം. സ്കെൽട്ടൺ ഹണ്ടിങ് ആണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ ഞാൻ ഇന്നലെ ഓഫ് ക്യാമറയിൽ ഇഷ്ടം പോലെ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നേരെ വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കട്ടെ. ഞാൻ ഏകദേശം എത്തി. പിന്നെ ഈ ഒരു ഇതില്ലേ, ഈ ക്രീപ്പർ പൊട്ടിത്തെറിച്ചിട്ട് ഇത് പൊട്ടി ആക്കണ ശരിയാക്കി. അത് നമ്മൾ പച്ച കളർ ഇല കൊണ്ട് ചെയ്തായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോൾ ഫുള്ള് ഇത് വെച്ചിട്ട് ചെയ്തു. മനസ്സിലായില്ല ഇത് വെച്ചിട്ട്. തമ്മിലിടാനൊരു പിക്ചർ അറിയാവാ. ഇതാണ് ലുക്ക് വിത്ത് സ്റ്റീവ്. നമ്മുടെ വീട് രാത്രി തിളങ്ങണ കാണണം. എൻ്റെ പേര് റോക്കി. പിന്നെ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിലല്ല കളിക്കുന്നത്, ഫോണിലാണ്. ഫോണിൽ കളിക്കുന്നത് കൊണ്ട് ചില അത് ലാഗ് ഉണ്ടാവും റെക്കോർഡിങ്ങിൽ. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇതുവരെ ഫോണിലായിരുന്നു റെക്കോർഡ് ചെയ്ത്. പിന്നെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിക്ക് ഉള്ള ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. അതിക്കുള്ള ആൾക്കാരെ ഞാൻ എന്നാലും വഴിയാണ് തന്നെ കൊണ്ടുവരാം. എൻ്റെ പേര് റോക്കി. സ്കെൽട്ടനെ ഹണ്ട് ചെയ്യാൻ പോകും. അയ്യോ, ബോർഡ് എടുക്കാൻ മറന്നു. നമ്മൾ പോയി ബോർഡ് എടുത്തിട്ട് വരാം. ഒരു സോംബിയുടെ പോലെ ശബ്ദം കേൾക്കാനില്ല. എന്ത് പറ്റിയാണോ? ആരും കാണാനുമില്ല. ഇവരൊക്കെ എന്നെ പേടിച്ചിട്ട് സ്ഥലം വിട്ടോ ഇവിടുന്ന്. എനിക്ക് നല്ല സംശയമുണ്ട്. പോയി എൻ്റെ പവർ ബോ എടുക്കട്ടെ. വേർ ഈസ് മൈ ബോ? ഇങ്ങോട്ട് വാ. ആരോ ഒരു 2 ആണ് മതി. എൻ്റെ പേര് റോക്കി. അങ്ങനെ അവിടെ ഒരു ക്രീപ്പറിനെ മാത്രം കാണാണ്ട്. നോ സ്കെൽട്ടൺ എനിവോർ. നമുക്ക് രാവിലെ ആക്കിയിട്ട് വരാം. അയ്യോ, പശു. ഇപ്പം വീഴണ്ടായിരുന്നു. ഞാൻ കടന്നുറങ്ങി. രാവിലെ ആക്കിയിട്ട് വരാമെന്നോ? അതല്ല എൻ്റെ ശരി. പിന്നെ ഞാൻ ഷുഗർ കെയിൻ ഒന്നും കൂടി നട്ടു എന്നല്ല, എല്ലാം ബോൺമീൽ. ഇത് കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് കഴിഞ്ഞ എപ്പിസോഡിലാണോ അത് ചെയ്തത് തോന്നുന്നു. ഓർമ്മയില്ല എനിക്ക് ക്ലിയറായിട്ട്. അത് ഓഫ് ക്യാമറയിലാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറ. ഓഫ് ക്യാമറയിലാണ് എന്നാ തോന്നുന്നത്. കണ്ടോ, ഇതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്ത പണിയാണ്. ഇവിടം വരെ ഷുഗർ കെയിൻ എത്തിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ആദ്യത്തെ പണി ഷുഗർ കെയിൻ വെട്ടലാണ്. ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തൊക്കെ വെട്ടി ഒന്നും കൂടി ഫാം ചെയ്യണം. ഇപ്പം ഇത് കിട്ടി. അതിൽ ഒറ്റ കുറ്റിയാക്കി നിർത്തിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. യെസ് ഗൈസ്, ഇപ്പുറത്തെ 12, 14, 16. ഇനി നമുക്ക് വീണ്ടും കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് വരാം.
ഡർട്ടാണ് വേണ്ടത്. ഈ ഗ്രാവിലവിടുന്ന് പൊട്ടിച്ചു കളഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആ മാപ്പ് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് മാപ്പ് ഉണ്ടാക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണില്ല. ഡർട്ട് ഉണ്ടോ? ഡർട്ട് 9 ഡർട്ടേ ഉള്ളൂ. നമുക്ക് ഞാൻ ഡർട്ട് മൈൻ ചെയ്യാൻ പോവാം. ഇതൊക്കെയാണ് എൻ്റെ പിക്കാക്സ്. ഡയമണ്ട് പിക്കാക്സ് അവിടെ കാണില്ല, അപ്പോൾ സീനില്ല. തൽക്കാലം മതി. ഡയമണ്ട് പിക്കാക്സ് എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾ ചോദിക്കാത്ത ഗൈസ്. പിന്നെ ഞാൻ തന്നെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ പോകണമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പത്തിരി വല്ലാണ്ട് പൊന്തിച്ച് പിടിച്ച് കളിക്കുന്നത്. പിന്നെ ഫോണിലായതുകൊണ്ട് കൺട്രോൾസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമല്ല, കുറേ പ്രശ്നമുണ്ട്. അതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. കളിക്കാൻ ഒരു സുഖമില്ല. മെയിനായിട്ട് കൺട്രോളറിൽ കളിച്ചിട്ട് അതെന്താ നമുക്ക് ഡർട്ടല്ലേ വേണ്ട. അയ്യോ ക്രീപ്പർ വാ. ഓ എൻ്റെ ലൈഫൊന്നും പോയതില്ല. ഡർട്ടൊക്കെ കിട്ടുകയും ചെയ്തു, സാൻഡും കിട്ടി നിറയെ. ഇനി ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പോകണോ? അതല്ല അതിൻ്റെ ഒരു മര്യാദ. ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടേ ബാക്കി ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ ബ്ലോക്കൊക്കെ എടുത്തിട്ട് ശരിയാക്കി കൊടുക്കാം. അത് ഇവിടെയൊക്കെ ശരിയാക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഐലൻഡ് പോയി ശരിയാക്കാം. ഓ ഐലൻഡിൽ സാൻഡ് പറ്റില്ല, ഡസ്റ്റ് പറ്റും. കാരണം സാൻഡ് താഴത്തേക്ക് പോവും. ഈ നെതർ ബ്ലോക്ക് 2 പൊട്ടിച്ചു കളയണം. അതിൽ വയ്ക്കാൻ പറ്റില്ല. കാരണം ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ? അയ്യോ ഞാൻ അതിൽ വെച്ച് വരണം. അത് മുളച്ച് വന്നല്ലോ. അപ്പോൾ എടാ അതെങ്ങനെയാടാ? നോക്കിയിരുന്ന് നേരം കൊണ്ട് മുളച്ചു. ഹാർവസ്റ്റ് യൂസ് ചെയ്തോ ഞാൻ? സ്പൈനായി എൻ്റെ ബുദ്ധി. ഇങ്ങനെ പില്ലർ ചെയ്ത് പോവാം. ഇങ്ങനെ 2 ബ്ലോക്ക് ആക്കുന്നതിന് വേറൊരു കാര്യമുണ്ട് ഗൈസ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിങ്ങനെ 2 ബ്ലോക്ക് വെച്ച് ചെയ്ത് പോകുമ്പോൾ 2 സൈഡിൽ നിന്ന് വെള്ളം കിട്ടും. അപ്പോൾ ഒരു 3 ബ്ലോക്ക് വെച്ച് വെച്ചാൽ അതിൻ്റെ നടുവിൽ ഇതിൽ നമുക്ക് അവിടെ ഷുഗർക്കേൻ നടാൻ പറ്റില്ല. കാരണം അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇതാകുമ്പോൾ വെള്ളം 2 സൈഡിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഈ കാണുന്ന ഷുഗർക്കേൻ മൊത്തം നമുക്ക് നടാം. ഇവിടെ ഒന്ന് ഇങ്ങനെ നട്ടിനാവും. മിക്കവാറും ഇവിടെ വലുതാക്കും. ഇത്ര വലിയ ഷുഗർക്കേൻ ഫാമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. അത് വേറെ കാര്യം. ഇതൊന്നൊക്കെ വെട്ടാറായി എല്ലാം. ഇവിടെ ഒക്കെ വെട്ടണം. ഇതൊന്നും ഇനി വളരില്ല. അത് വെട്ടിയാലും ഇനി വളരൂ. ഇന്ന് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ മനസ്സിലാവണം. നല്ല മനസ്സിലാവും. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളമുള്ളടത്ത് മാത്രം ഷുഗർക്കേൻ നടാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് കൊണ്ട് ഒട്ടിക്കാം. ഇത് നടാൻ പറ്റുമോ? ഇത്